എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് സൗപർണിക നദിയുടെ തീരത്താണ്. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ മുന്നോട്ട് പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം നേരെ ഞങ്ങൾ കൊല്ലൂരിൽ നിന്നും ഒരു യാത്ര പുറപ്പെടുകയാണ് ഉണ്ടായത്. അത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു ആ യാത്ര. ആ യാത്രയുടെ അല്പഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ ഈ ടാക്സി സംഘടിപ്പിച്ചത് രാമു എന്ന് പറയുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ്റെ തന്നെ ട്രാവൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. രാമു എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ആ ടാക്സിയിൽ 7 സീറ്റർ ആയിരുന്നു ആ ടാക്സി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഈ കാണുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ക്ഷേത്രത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ ക്ഷേത്രം വലത്ത് വെച്ച് കുറച്ച് സമയം അവിടെ ചിലവഴിക്കുകയും തൊട്ടടുത്ത് തന്നെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് മറ്റൊരു ക്ഷേത്രവും കൂടിയുണ്ട്. ആ ക്ഷേത്രവും സന്ദർശിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും മാൽപ്പേ എന്നൊരു ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ. കാരണം ഈ മാൽപ്പേ ബീച്ച് ഈ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് അധികം ദൂരമല്ലാത്തത് കൊണ്ടിട്ടാണ്. മാത്രമല്ല അവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. ക്ഷേത്രത്തിന് പുറമേ നമ്മൾ വലത്ത് വയ്ക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു വലിയൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 മീറ്ററോളം ഉയരമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ രഥം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതും അവിടെ നിർമ്മാണത്തിലിരിക്കുന്നതുമായ രഥത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കർണാടക സംസ്ഥാനത്തിലെ തന്നെ ഉടുപ്പി ക്ഷേത്രത്തിനോട് സമീപം ചേർന്നിട്ടുള്ള മാൽപ്പേ ബീച്ചാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ഒട്ടനവധി ബീച്ചുകളുണ്ടെങ്കിലും ഈ ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായൊരു ബീച്ചാണ്. സ്വർണ്ണ മണൽത്തരികളെപ്പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മാലിന്യം പോലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്രയും ജനങ്ങളെ അവിടെ ആകർഷിക്കണമെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ആണെന്നതിൽ തർക്കമില്ല. നമുക്കും ഒട്ടനവധി ബീച്ചുകളുണ്ടെങ്കിലും അവിടെയെല്ലാം തന്നെ ഞാൻ കണ്ടെടുത്തോളം ആൾക്കും മാലിന്യങ്ങളും നിറഞ്ഞ ബീച്ചുകൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഫോർട്ട് കൊച്ചി ബീച്ചാണെങ്കിൽ തന്നെ എടുത്തു പറയാനുണ്ടായിരുന്നത് ഇന്നിപ്പോൾ തീരമെല്ലാം കടലെടുത്ത് പോയി ഈ വെള്ള തീരത്താണെങ്കിൽ പാവലും ചപ്പും ചവറും അടിഞ്ഞ് ഇന്ന് അത് വൃത്തിയാക്കാൻ വിദേശികൾ വരേണ്ട സ്ഥിതിയിലാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി തീരവും. അതും കാലക്രമേണ നാമാവശേഷമായി തീരം തന്നെ ഇല്ലാണ്ടായി പോകുന്ന സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വർഷാവർഷം ആ പ്രദേശങ്ങൾ വലിയ കരിങ്കൽ ഭിത്തിയോട് സംരക്ഷിച്ചില്ലെങ്കിൽ അത് പുലിമുട്ട് രൂപത്തിലുള്ള കടൽ ഭിത്തികളിട്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കടൽ തീരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ നിവൃത്തിയുള്ളൂ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ എല്ലാ തരത്തിലും പരിപൂർണമായും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും കാണാൻ സാധിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് വേണ്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ കടൽപ്പാലവും അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഈ കാണുന്ന കടൽപ്പാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അതിനെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള സംരക്ഷണവും അവർ കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനും മറ്റും പല രീതിയിലുള്ള വിനോദ പരിപാടികളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ഭക്ഷണശാലകളും പലതരത്തിലുള്ള നാടൻ വിഭവങ്ങളും ഇവിടെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കൊരു മാതൃകയായിട്ടാണ് സ്വീകരിക്കാമെങ്കിലും ഇന്നും ഹൗസ് ബോട്ട് ടൂറിസം മാത്രമാണ് എടുത്തു പറയാനുള്ളത്. അതും കുമരകം, ആലപ്പുഴ പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കെട്ടുവള്ള ടൂറിസം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.